ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓണമൊക്കെ ഇങ്ങ് എത്തിയില്ലേ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഓണം ആശംസകൾ. അപ്പോൾ ഈ ഓണക്കാലത്ത് വെയിറ്റ് ലോസിലിരിക്കുന്ന ഇഷ്ടം പോലെ പേര് കാണും അല്ലേ. പ്രത്യേകിച്ച് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നവർ ഇഷ്ടം പോലെ പേര് കാണും. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അവരിൽ ചിലർക്കെങ്കിലും ഒരു പേടി കാണും, ഈ ഓണസദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ വെയിറ്റ് കൂടുമോ, ഞാൻ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിനൊരു തടസ്സമാവുമോ, ഇത് ഓണസദ്യ എങ്ങാനും കഴിച്ചതിൻ്റെ ടേസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെയും എനിക്ക് ആ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലേക്ക് കടക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ 2-3 കിലോ ഒക്കെ കുറച്ചു, ഇനി ഓണസദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് കൈവിട്ടങ്ങ് പോവുമോ, എൻ്റെ ആ ഒരു ഞാൻ കൊണ്ടുവന്നിരുന്ന ആ ഒരു അത് ചെയ്ത് കൊണ്ടുവരുന്നവർക്കറിയാം ആ ഒരു ഇതങ്ങ് ബ്രേക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ ആകുമോ എന്നുള്ള പേടിയുള്ള ഇഷ്ടം പോലെ പേര് കാണും. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം പ്രത്യേകിച്ച് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പം ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവർക്ക് ഓണസദ്യ കഴിക്കാം, സന്തോഷമായിട്ട് കഴിക്കാൻ പറ്റും. കാരണം ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് തന്നെ അതൊരു ഈറ്റിംഗ് പാറ്റേൺ ആണ് അല്ലേ. അപ്പം എന്ത് കഴിക്കുന്നു എന്നതിലുപരി എപ്പോൾ കഴിക്കുന്നു എന്നതിലാണ് അതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത്. നമുക്ക് സത്യം പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുമ്പം അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കഴിക്കുന്നു എന്നതല്ല അതിൻ്റെ ഒരു കാര്യം ഇരിക്കുന്നത്, എപ്പോൾ കഴിക്കുന്നു ആ ഒരു ടൈമിനാണ് അതിൻ്റെ കാര്യം ഇരിക്കുന്നത്. എന്ത് കഴിക്കുന്നു എന്നത് അവരവരുടെ ചോയ്സാണ്. ഹെൽത്തി ആയിട്ട് കഴിക്കേണ്ടവർക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാം, അൺഹെൽത്തി ആയിട്ട് കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം. അങ്ങനെയാണ് ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ആ ഒരു ഇതിരിക്കുന്നത്. അപ്പം ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. അത് എനിക്ക് വന്നൊരു കമൻറ്റിൻ്റെ ബേസിസിലാണ് ഞാനിത് പറയുന്നത്. കാരണം ഞാൻ ഈയിടെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേനും അതിനകത്ത് എൻ്റെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 10:14 ആണ്. അപ്പം ചിലരുടെ വിചാരം 16:8 എന്ന് പറയുന്ന റേഷ്യോയിൽ ചെയ്യുന്ന ആ ഒരു ഡയറ്റാണ് ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നുള്ളതാണ്. അത് 16:8 എന്ന് പറഞ്ഞ റേഷ്യോയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ അങ്ങനല്ല. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഈറ്റിംഗ് പാറ്റേണിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ചോയ്സാണ്, നമ്മുടെ കംഫർട്ടാണ് ഏത് രീതിയിൽ നമ്മൾ ആ ഒരു റേഷ്യോ എടുക്കണമെന്നുള്ളത്. ചിലർക്ക് 10:14 എന്നുള്ള റേഷ്യോ ആയിരിക്കും കംഫർട്ടബിൾ, ചിലർക്ക് 16:8 എന്നുള്ള റേഷ്യോ ആയിരിക്കും കംഫർട്ടബിൾ. ചിലർക്ക് 12:12, അതല്ലാതെ 1 മീൽ എ ഡേ ഉണ്ട്, അല്ലെങ്കിൽ ആഴ്ചയിൽ 5 ദിവസം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുത്തിട്ട് 2 ദിവസം അത് ചെയ്യാതിരിക്കുന്ന, അങ്ങനെയൊക്കെ ഉള്ളതിനെല്ലാം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എടുക്കുന്ന 10:14 എന്നുള്ള റേഷ്യോ എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്, 16:8 എന്നുള്ളതല്ല. അത് മാത്രമല്ല 10:14 12:12 ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പം അങ്ങനൊരു കാര്യം ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ ഓണസദ്യ നല്ലതായിട്ട് കഴിക്കാൻ പറ്റും. ആ ഒരു ദിവസം ഈ ഓണസദ്യ കഴിക്കുന്ന ദിവസം, അതായത് തിരുവോണത്തിൻ്റെ അന്നത്തെ ദിവസം നിങ്ങളുടെ ആ ഒരു ഡയറ്റിലൂടെ തന്നെ ഓണസദ്യ കഴിക്കണം ആഗ്രഹം ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഈറ്റിംഗ് പാറ്റേൺ ആ രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈറ്റിംഗ് പാറ്റേൺ ഓണം സദ്യ കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ബ്രേക്ക് ചെയ്യുക. ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ച്, ലൈറ്റായിട്ട് നട്ട്സൊക്കെ കഴിച്ച് അത് ബ്രേക്ക് ചെയ്തിട്ട് നന്നായിട്ട് നല്ല രീതിയിൽ ഓണസദ്യ അങ്ങ് കഴിക്കുക. അതാണ് ഒരു വെയിറ്റ് ലോസ് ഒട്ടും ആ ഒരു ഡയറ്റിൽ നിന്ന് വിട്ടു മാറലെന്ന് ആഗ്രഹിക്കുന്നവർ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്താൽ മതി തിരുവോണത്തിൻ്റെ അന്ന്. അപ്പോൾ ഓണസദ്യ അങ്ങ് കഴിക്കുക. അപ്പോൾ കഴിക്കുമ്പോഴത്തേനും ചോറ് കാർബിൻ്റെ അളവ് കുറച്ച് കൂട്ടാൻ ഇഷ്ടം പോലെ കൂട്ടാൻ കാണുമല്ലേ. എല്ലാവരുടെയും വീട്ടിൽ ഇഷ്ടം പോലെയൊക്കെ കൂട്ടാനൊക്കെ വെക്കും സദ്യക്ക്. അപ്പം അതെല്ലാം കൂട്ടി നന്നായിട്ട് കഴിച്ച് ചോറ് കുറച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ, പിന്നെ ഇപ്പോൾ പരിപ്പും സാമ്പാറും പച്ചക്കറി കൂട്ടാനുകളും അതിൽ പ്രത്യേകിച്ച് അവിയലും തോരനും ഒക്കെ നല്ലപോലെ കഴിച്ച് അതങ്ങ് ഓണസദ്യ കഴിക്കുക. പായസവും ആ ഒരു രീതിയിൽ കഴിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ പായസം കഴിക്കുന്നതിലും ചോറ് കഴിക്കുന്നതിലും ഒരു കൺട്രോൾ നിങ്ങൾക്ക് വേണം. പായസമൊക്കെ ആണെങ്കിലും ഒരു ഗ്ലാസ് പായസം കുടിക്കുക. അത് കഴിഞ്ഞ് ബാക്ക് ടു ബാക്ക് ഇങ്ങനെ പായസം, പ്രത്യേകിച്ച്
ഷുഗർ കണ്ടൻ്റുള്ള ഈ പാലട പ്രഥമൻ പാൽപ്പായസത്തിന് അതൊക്കെ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പം അതിങ്ങനെ ബാക്ക് ടു ബാക്ക് കഴിക്കുന്നത്, പ്രത്യേകിച്ച് വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർ ബാക്ക് ടു ബാക്ക് അങ്ങനെ കഴിക്കുന്ന, അല്ലെങ്കിൽ 2-3 ദിവസം വെച്ചിരുന്ന് കഴിക്കുക. അതൊന്നും ചെയ്യാതിരിക്കുക. അന്നത്തെ ദിവസം ഒരു ഗ്ലാസ് പായസം നിങ്ങളുടെ ഇഷ്ടത്തിന് ഇലയിൽ ഒഴിച്ച് പപ്പടം പൊടിച്ച് പഴമൊക്കെ കൂട്ടിക്കുഴച്ച് കഴിക്കുക. അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഗ്ലാസ്സിൽ കുടിക്കുക, അതോടങ്ങ് നിർത്തുക. ആ ഒരു കൺട്രോൾ നിങ്ങൾക്ക് വേണം. ആ ഒരു എന്താ പറയുന്നത്, അതോടങ്ങ് നിർത്തുക. പിന്നെ പിന്നെയും രാത്രി വീണ്ടും പായസം കുടിച്ചിട്ട് കിടക്കുക, അല്ലെങ്കിൽ പിറ്റേ ദിവസം അത് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ. അതാണ് ഞാൻ തരുന്ന ഒരു എന്താ പറയുന്നത്, ഒരു ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. അതായത് അല്ലാതെ ഓണസദ്യ കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഓണസദ്യ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു ഓണസദ്യ നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. പക്ഷേ അത് കഴിഞ്ഞുള്ള ഇങ്ങനത്തെ കാര്യങ്ങളാണ് കുറച്ചുകൂടെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു ഓണസദ്യ കഴിച്ചു, ആ ഒരു ഉച്ച കൊണ്ട് അങ്ങ് അവസാനിപ്പിക്കുക. പിന്നെ വെച്ചിരുന്ന് കഴിക്കുന്ന പരിപാടി അങ്ങ് മാറ്റുക, പ്രത്യേകിച്ച് മധുരമുള്ളത്. ബാക്കി പച്ചക്കറി കൂട്ടാനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പിറ്റേ ദിവസമാണേലും കുറച്ച് ചോറിൻ്റെ കൂടി കൂട്ടാനുകളെല്ലാം കൂടെ കൂട്ടി കഴിക്കാം. പക്ഷെ അപ്പം പായസം എന്ന് പറഞ്ഞ സംഭവം അങ്ങ് ഒഴിവാക്കുക. പായസം പിറ്റേ ദിവസം കഴിക്കുന്നതിനോട്, പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്നവരോട് വെയിറ്റ് ലോസ് ചെയ്യേണ്ടവർക്ക്, മീൻസ് വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർ അതങ്ങ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഭയങ്കര ടേസ്റ്റാണ് പാലടയൊക്കെ പിറ്റേ ദിവസം എന്താ പറയുന്നത് ഫ്രിഡ്ജിൽ വെച്ചൊക്കെ കഴിക്കാൻ, അതൊക്കെ ശരിയാണ്. പക്ഷേ വെയിറ്റ് കുറയണമെന്നുണ്ടെങ്കിൽ അത് ബാക്ക് ടു ബാക്ക് ചെയ്യാതിരിക്കുക തന്നെയാണ് നല്ലത്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഓണത്തിൻ്റെ അന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി, പഴം പുഴുങ്ങിയത് അങ്ങനെ ആയിരിക്കും മിക്കവാറും. എൻ്റെയൊക്കെ വീടുകളിൽ എനിക്കറിയാവുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. രാവിലത്തെ ഒരു ഓണത്തിൻ്റെ അന്ന് ഓണം മാത്രമല്ല, എല്ലാ വിശേഷ ദിവസത്തെയും രാവിലത്തെ ഞങ്ങളുടെയൊക്കെ വീട്ടിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി, ഏത്തപ്പഴം പുഴുങ്ങിയത്. ഈ ഒരു കോംബോയാണ്. അപ്പം അതെന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ നല്ല ഹൈ കാർബ് മീലാണത്. അതും ഈ ഓണത്തിൻ്റെ അന്ന് വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ അതൊന്ന് ചെറുതായിട്ട് ബാക്കിലേക്ക് പിടിക്കുന്നത് നല്ലതായിരിക്കും. അതായത് നിങ്ങളിപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇഡ്ഡലിയുടെ അളവ്, ഇഡ്ഡലി എന്ന് പറയുന്നത് വയറിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞാലും വെയിറ്റിൻ്റെ കാര്യത്തിൽ ഈ കാർബോഹൈഡ്രേറ്റ് ആയതുകൊണ്ട് അത്രയ്ക്കൊരു നല്ല കാര്യമല്ല ഇഡ്ഡലിയൊക്കെ കഴിക്കുന്നത്. ചിലപ്പം അന്നത്തെ ദിവസം ഇപ്പം നിങ്ങൾക്ക് ഇത് രണ്ടും കഴിക്കണമെന്നുണ്ടെങ്കിൽ പോർഷൻ കുറച്ച് കഴിക്കുക. 2 ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി, ഒരു പകുതി ഏത്തപ്പഴം പുഴുങ്ങിയത് കഴിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ കഴിക്കുക. ഈ സാമ്പാറിലുള്ള പ്രോട്ടീനൊന്നും ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്താ പറയുന്നത് ഇതാകണമെന്നില്ല. അപ്പോൾ ഒരു മുട്ട പുഴുങ്ങിയതും കൂടി അത് കഴിഞ്ഞിട്ട് കഴിക്കുക. അങ്ങനെയൊക്കെ ചെയ്യണം. കുറച്ചൊന്ന് എന്താ പറയുന്നത് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ വെയിറ്റ് ലോസിലിരിക്കുന്നവരാണ്. അന്നത്തെ ദിവസം ഇതൊന്നും നോക്കാത്തവർക്ക് ഇതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല കേട്ടോ. അന്നത്തെ ദിവസം ഇങ്ങനെ വെയിറ്റ് ലോസ് ഡയറ്റ് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കാണ് ഞാൻ ഈ പറയുന്നത്. അന്നത്തെ ദിവസം ഇതൊന്നും എടുക്കേണ്ട, എനിക്ക് അന്നത്തെ ദിവസം ഫുൾ ഫ്രീ ആയിട്ടാണ് കഴിക്കണമെന്ന് തോന്നുന്നവർക്ക് അങ്ങനെ കഴിക്കാം. അത് അവരവരുടെ ചോയ്സാണ്, ഞാൻ ഈ പറയുന്നതല്ല. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. ഇപ്പം അന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ച് ഞാൻ സത്യമായിട്ട് പറയാം, അന്നത്തെ ദിവസം ഞാൻ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും ഇപ്പം എടുക്കാറില്ല. ആദ്യം ഞാൻ വെയിറ്റ് ലോസ് ചെയ്തിരുന്ന സമയത്ത് ഞാൻ എടുത്തിരുന്നു. കാരണം അന്ന് എനിക്ക് പേടിയായിരുന്നു എൻ്റെ വെയിറ്റ് എനിക്കിനിയും അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയി, ഈ ഓണസദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് എനിക്കൊരു പേടിയായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു പേടിയില്ലാത്തതുകൊണ്ട് ഞാൻ അന്നത്തെ ദിവസം നോക്കാറില്ല. പിറ്റേ ദിവസം ഞാൻ ബാക്ക് ടു ആ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലേക്ക് വരികയും ചെയ്തു. കാരണം എനിക്കതിപ്പം എന്താ പറയുന്നത് എക്സ്പീരിയൻസ് ആയി. അതുകൊണ്ട് അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് എന്തായാലും വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള പേടികളൊക്കെ കാണും. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ചയോടനുബന്ധിച്ച് ഈറ്റിംഗ് വിൻഡോ സ്റ്റാർട്ട് ചെയ്യുക. അതുവരെ ഫാസ്റ്റിങ്ങിലിരിക്കുക. ഇങ്ങനെ കാപ്പിയും ബ്ലാക്ക് കോഫിയൊക്കെ കഴിച്ചിരിക്കുക. എന്നിട്ട് ഓണത്തിന് സദ്യ കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തിട്ട്
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ മുമ്പ് നിങ്ങൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യണം. അല്ലെങ്കിൽ നട്ട്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ലൈറ്റായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ച് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തതിന് ശേഷം. അപ്പം ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഹൈ കാർബ് മീലിൽ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുകയെന്ന് വെച്ചാൽ ഇഡ്ഡലിയൊക്കെ കഴിക്കുന്നതിലും നല്ലത് എന്തെങ്കിലും ഒരു മുട്ട പുഴുങ്ങിയത് കഴിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് നട്ട്സ് കഴിച്ച് അങ്ങനെ അതങ്ങ് ബ്രേക്ക് ചെയ്തിട്ട് ഓണസദ്യ നല്ലതായിട്ട് കഴിക്കുക. അതല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റും കഴിക്കണം, ഉച്ചയ്ക്ക് ഓണസദ്യയും കഴിക്കണമെന്ന് വിചാരിച്ചോ. അങ്ങനെ കഴിക്കേണ്ടവരാണെങ്കിൽ രാവിലെ നിങ്ങൾക്ക് അതും ഒരു പോർഷൻ കൺട്രോൾ ചെയ്ത് രാവിലെ നിങ്ങൾക്ക് 2 ഇഡ്ഡലിയും സാമ്പാർ, ചമ്മന്തി, പഴം പുഴുങ്ങിയത് അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു പ്രോട്ടീനും കൂടെ ആഡ് ചെയ്ത് കഴിക്കുക. ഉച്ചയ്ക്കും നിങ്ങൾ കഴിക്കുമ്പം ഈ പറഞ്ഞ പോലെ ചോറിൻ്റെ അളവ് കുറച്ച്, പായസം ഉണ്ടെങ്കിൽ അതും ലിമിറ്റ് ചെയ്ത് കഴിക്കുക. പിന്നെ വൈകുന്നേരം നിങ്ങളൊരു സാലഡിൽ അങ്ങ് ഒതുക്കുക. അതായത് ഇപ്പം കുക്കുംബറും ക്യാരറ്റും പോമോഗ്രനേറ്റും കൂടെ മിക്സ് ചെയ്തൊരു സാലഡ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസും ഫ്രൂട്ട്സും കൂടെ മിക്സ് ചെയ്ത് ഒരു സാലഡിൽ അങ്ങ് ഒതുക്കുക. വൈകുന്നേരം വീണ്ടും പായസത്തിൽ കയറി പിടിക്കൽ. എനിക്കറിയാം, നമ്മൾ ഓണസദ്യക്കൊക്കെ എൻ്റെ ഒരു അനുഭവം കൂടെ എൻ്റെ ഒരു ഇതിലാണ് പറയുന്നത്. നമ്മൾ പായസം വെച്ച് കഴിഞ്ഞാൽ പായസം ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ച് മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിങ്ങനെ ബാക്ക് ടു ബാക്ക് കുടിച്ചുകൊണ്ടേയിരിക്കും. അപ്പം വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ, അല്ലാത്തവരുടെ കാര്യമല്ല, വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾ അപ്പോൾ ആ പായസം കുടിച്ചു അതോടങ്ങ് നിർത്തുക. അപ്പം വെയിറ്റ് ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതോടങ്ങ് നിർത്തുക. പിന്നെ അത് കൺട്രോൾ ചെയ്യണം. നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ട് പിന്നെ പായസത്തിലേക്ക് പോകല്ല. പിന്നെ അത് വൈകുന്നേരം പായസമൊക്കെ കുടിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിറ്റേ ദിവസം വെയിറ്റ് വെക്കും. പിന്നെ രാത്രി വീണ്ടും നമുക്ക് ക്രേവിങ്സ് ഉണ്ടാകും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ആ ഒരു പായസം കുടിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ഈ ഷുഗർ ക്രേവിങ്സിനെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ആ പായസം രാത്രി നമ്മളെടുത്ത് കുടിഞ്ഞാൽ വീണ്ടും 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 നമുക്ക് കൂടി അത് തിരുന്നണം വരെ നമ്മൾ കുടിക്കും. പ്രത്യേകിച്ച് പാലടയ്ക്കും പായസത്തിനും ഒരു കൺട്രോൾ പോലും കിട്ടത്തില്ല. ഈ മധുരം ഇഷ്ടമുള്ളവരുടെ ഒരു കേസാണത്. അങ്ങനൊരു ക്രേവിങ്സ് വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിലെ ബാഡ് ബാക്ടീരിയാസ് കാരണമാണ്. ഈ ബാഡ് ബാക്ടീരിയാസ് ആണ് നമുക്ക് ഈ ക്രേവിങ്സ് ഉണ്ടാക്കുന്നത്, പ്രത്യേകിച്ച് മധുരത്തോടുള്ള ക്രേവിങ്സ് ഉണ്ടാക്കുന്നത്. മധുരം കഴിക്കുമ്പോൾ അതിങ്ങനെ മൾട്ടിപ്ലൈ ആവുകയും വരുമെന്നാണ് പറയുന്നത്. അതിങ്ങനെ ബാഡ് ബാക്ടീരിയാസ് കൂടുമെന്നാണ് പറയുന്നത് ഇങ്ങനെ. അപ്പം ആ ഒരു ക്രേവിങ്സ് നിങ്ങൾ കൺട്രോൾ ചെയ്യണം. അങ്ങനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പ്രത്യേകിച്ച് ഓണസദ്യയൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെ ഒരു ക്രേവിങ്സ് വരും. പ്രത്യേകിച്ച് പായസമൊക്കെ കുടിച്ച് കഴിയുമ്പം വീണ്ടും വീണ്ടും നമുക്ക് പായസം കുടിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. പിന്നൊരു കാര്യം, ഈ പായസം തന്നെ നമ്മൾ പ്രത്യേകിച്ച് പാലടയും പാൽപ്പായസമൊക്കെ പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുന്നവർ ഇഷ്ടം പോലെ പേര് കാണും. കാരണം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ആ പായസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഇങ്ങനെ ഐസ്ക്രീം പോലെ എടുത്ത് കഴിക്കുന്നതൊക്കെ ശീലമുള്ളവർ കാണും. വെയിറ്റ് ലോസിലിരിക്കുന്നവർ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക. കൂട്ടാനുകളൊക്കെ കൂട്ടി ചോറ് ഉണ്ണുക പിറ്റേ ദിവസം. പക്ഷേ ഈ മധുരം അങ്ങ് ഒഴിവാക്കാം. അല്ലെങ്കിൽ അത്ര കുറച്ച് എമൗണ്ടിൽ, ഇപ്പോൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് എമൗണ്ടിൽ 1 ലിറ്റർ പാലിലൊക്കെ പാൽപ്പായസം പാലടയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഒരു ക്വാണ്ടിറ്റി ഒന്നും കാണത്തില്ല. ഞാനിവിടെ വെക്കുന്ന ഒരു ഇതാണ്, ഞാനൊരു 1 ലിറ്റർ പാലിലേ വെക്കത്തുള്ളൂ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്കത് ഇങ്ങനെ വെച്ചിരുന്ന് കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി ഒന്നുമില്ല. അപ്പോൾ അന്നത്തെ ദിവസം അങ്ങ് തീരുന്ന രീതിയിലാണ് അത്, മിക്കവാറും അങ്ങനെയാണ്. അപ്പം അങ്ങനെയുള്ളവർ ഇങ്ങനെ വെച്ചിരുന്ന് കഴിക്കുന്ന സ്വഭാവമുള്ളവർ അതങ്ങ് നിർത്തുക. അത് അങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് ഈ പിറ്റേ ദിവസം അത് കഴിക്കാതിരിക്കുക. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ക്രേവിങ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പം വെയിറ്റ് ലോസ് ചെയ്യുന്നവർ, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ിരിക്കുന്നവർ ഈ മധുരം ഒന്നും കഴിക്കാതിരിക്കുകയായിരിക്കും. ഇപ്പം ചിലപ്പോൾ 1 മാസമായിട്ടിരിക്കുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 2 മാസം, കുറേ നാളായിട്ട് ഈ ഓണത്തിന് മുമ്പ് ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടം പോലെ പേര് കാണും. അവർ ഇതങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ക്രേവിങ്സ് കൂടും. മിക്കവാറും ഉള്ള ഒരു കാര്യമാണ്. ആ ഒരു ക്രേവിങ്സ് കൂടും. പ്രത്യേകിച്ച് പിറ്റേ ദിവസവും കൂടെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും പലതും കഴിക്കാനുള്ള ഒരു ആഗ്രഹം കാണും. വീണ്ടും മധുരം കഴിക്കാൻ തോന്നും, അല്ലെങ്കിൽ വീണ്ടും വലിച്ചു വരെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള ആഗ്രഹം കാണും. അപ്പം നമ്മൾ ഇത്രയും നാൾ ചെയ്തുകൊണ്ട് വന്നിരുന്ന കാര്യങ്ങളെല്ലാം അങ്ങ് പോയി പിന്നെ ഒരു വെയിറ്റ് ഗെയിനിലേക്കൊക്കെ ആകും.
അങ്ങനെ ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് ബ്രേക്ക് ഇടേണ്ടടുത്ത് ബ്രേക്ക് ഇടണം. എല്ലാത്തിനും അങ്ങനെയല്ല. നമുക്കൊരു ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അമിതമായാൽ അമൃതം വിഷമാന്നുള്ള കാര്യം. അപ്പം ആ ഒരു കാര്യം നമ്മൾ ഓർക്കുക. എന്നിട്ട് എന്താ പറയുന്നത്, പായസത്തിൻ്റെ കാര്യമാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്ന. പായസം കഴിക്കുന്നത് അവിടെ വെച്ച് ഉച്ചയ്ക്ക് വെച്ച് അങ്ങ് നിർത്തുക. പിന്നെ അത് വൈകുന്നേരത്തേക്ക് പോകാതിരിക്കുക. വൈകുന്നേരത്തേക്ക് അത് എന്താ പറയുന്നത്, അത് കഴിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വെയിറ്റ് ഗെയിൻ എന്നുള്ള കാര്യം അവിടെ ഉണ്ടാകത്തില്ല. രാവിലെ ഇപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞ രീതിയിൽ കുറച്ച് കഴിക്കുക. ഉച്ചയ്ക്ക് നല്ലതായിട്ട് ഒരു ഓണസദ്യ കഴിക്കുക. എന്നിട്ട് വൈകുന്നേരം ഒരു സാലഡിൽ അങ്ങ് ഒതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓണസദ്യ കഴിച്ച എന്താ പറയുന്നത് നല്ലൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടും. പിന്നെ അതൊരു എന്താ പറയുന്ന ഒരു വെയിറ്റ് ഗെയിനിലേക്ക് പോകത്തില്ല. അപ്പോൾ ഇതാണ് എന്താ പറയുന്നത് ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നവർ, പ്രത്യേകിച്ച് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. ഓണസദ്യ കഴിക്കുമ്പോഴും, ഓണസദ്യ എന്നല്ല ഏത് സംഭവം, വിഷു ആണെങ്കിലും എന്ത് കഴിക്കുമ്പോഴും ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുക. നമ്മൾ ആ ഒരു ഈറ്റിംഗ് പാറ്റേൺ ഫോളോ ചെയ്യുക. പിന്നെ അത് ആ ഒരു ദിവസം ഒരു ദിവസത്തേക്ക് മാത്രം അത് ഒതുക്കുക. പിറ്റേ ദിവസത്തേക്കും കൂടെ ആയി കഴിയുമ്പോഴാണ് നമ്മുടെ വെയിറ്റ് കൂടുന്നത്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഞാൻ വിചാരിച്ചു. ഓണം ഒക്കെ ആകാറായപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഈ ഓണസദ്യ കഴിക്കാൻ പേടിച്ചിരിക്കുന്നവരും കാണും. ഓണസദ്യ കഴിച്ച് ചിലപ്പോൾ ഓണസദ്യ കഴിച്ചിട്ട് ഈ വെയിറ്റ് ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ കുളവാക്കുന്നവരും കാണും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പം എല്ലാവരും എന്താ പറയുക, അവന് വേണ്ടി ഇഷ്ടത്തിനും സൂക്ഷിച്ചും ഓണസദ്യയൊക്കെ കഴിക്കുക. പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്നവരാണ് ഞാനീ പറയുന്നത്. അല്ലാത്തവർക്ക് ഇതൊന്നും ഒരു ബാധകമുള്ള ഒരു കാര്യമേ അല്ല. ഈ വീഡിയോയെ അവർ കാണേണ്ട കാര്യമില്ല. വെയിറ്റ് ലോസ് ചെയ്യുന്നവർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വെയിറ്റിനും കൂടാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പം അവരിത് ശ്രദ്ധിച്ച് എന്താ പറയുന്നത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് കൂടത്തില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഓണം ആശംസകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.